ഒട്ടനവധി സിനിമകളിലും സീരിയലുകളിലുമായി മലയാളികൾ പരിചയപ്പെട്ട ഒരു മുഖമാണിത്. നൃത്തവേദിയിലൂടെ വെള്ളിത്തിരയിലെത്തിയ ഈ അഭിനേത്രി ചലച്ചിത്ര ലോകത്തിന് കേരള കലാമണ്ഡലത്തിന്റെ സംഭാവനയായിരുന്നു. ഇത് സുനിത എന്ന ചാന്ദിനി, മലയാള സിനിമയിലെ ഇന്നലത്തെ താരപ്രഭയുള്ള അഭിനേത്രി. പോയ കാലത്തിന്റെ പ്രഭാവലയത്തിലല്ല ഇന്നിപ്പോൾ ഈ കലാകാരി. സിനിമയുടെ വെള്ളി വെളിച്ചം വിട്ട് ഒട്ടേറെ കാലമായി മാറി നിൽക്കുകയാണ് ചാന്ദിനി. എന്നിട്ടും ഇപ്പോഴും സിനിമ ആസ്വാദകർ ഈ അഭിനേത്രിയെ ഓർമ്മിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ ചാന്ദിനിയും ഓർമ്മിക്കുന്നുണ്ട് തന്റെ സിനിമാ കാലം. 3-3.5 വയസ്സായപ്പോൾ അമ്മ ഡാൻസ് ക്ലാസ്സിൽ വിട്ടിരുന്നു. അന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ക്ലാസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ഒരു 5th ഒക്കെ എത്തിയപ്പോഴേക്കും കോമ്പറ്റീഷനിലേക്ക് വന്നു. 5th, 6th, 7th ആയപ്പോഴേക്കും സ്കൂളിൽ കലാത്തിലൊക്കെ ആയി. പിന്നെ 7th കഴിഞ്ഞപ്പോഴേക്കും കലാമണ്ഡലത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ കിട്ടിയപ്പോൾ 7th തൊട്ട് അവിടെ ജോയിൻ ചെയ്തു. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയ ശേഷം പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോഴാണ് ആദ്യമായിട്ട് സീരിയലിൽ. കലാമണ്ഡലത്തിൽ നിന്ന് നാട്യം പഠിച്ചിറങ്ങിയ പെൺകുട്ടിക്ക് നർത്തകിയായി പേരെടുക്കണമെന്നായിരുന്നു മോഹം. വേദികൾ പലതും പിന്നിട്ട് തന്നിലെ നർത്തകിയെ ഒരുപാട് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന കാലത്താണ് മിനി സ്ക്രീനിൽ നിന്ന് ക്ഷണം വരുന്നത്. അഭിനേത്രിയുടെ കുപ്പായമിടാൻ ആഗ്രഹിക്കാതിരുന്ന ചാന്ദിനി ആദ്യമൊക്കെ മൂവി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് ശ്രമിച്ചത്. ഞാൻ കലാമണ്ഡലം ഗോമാഷ്ട അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ജോയിൻ പോകുന്ന സമയം എന്ന് വെച്ചാൽ സാറിനെ കാണാനായിട്ട് പോകുമ്പോൾ ഈ സാറിനെ കാണാൻ പോകുന്നത് ദിവ്യോണിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ദിവ്യോണിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കണം അന്ന് സാറ്. അപ്പോൾ അന്ന് കാണാൻ വേണ്ടി ചെന്ന സമയത്ത് സാറിനെ കണ്ടു കഴിഞ്ഞ് ദിവ്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഷൂട്ടിംഗ് നടക്കണം. ഒരു സീരിയലിൻ്റെ ദാമ്പത്യം എന്നുള്ള സീരിയലിൻ്റെ കുമരനാഥും നീന കുറുപ്പൊക്കെ അഭിനയിക്കുന്ന ഒരു സീരിയലിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഉണ്ണീഷ് ഞങ്ങൾ പറഞ്ഞു ഇവളുടെ സ്ക്രീൻ ടെസ്റ്റ് എടുത്താലോ പറഞ്ഞു. അങ്ങനെ അപ്പം അന്ന് കുറേ വേണ്ടാന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു നോക്കി. ഞങ്ങൾ ഇല്ല, അത് എന്താണ് ഒരു 2 ഡയലോഗ് പറയുന്നതിന് നമുക്ക് ഫോട്ടോജനിക്കാണോ നോക്കാം. അങ്ങനെ പറഞ്ഞ് 2 ഷോട്ട് അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങനെ കഴിഞ്ഞ് അങ്ങ് വിട്ടു. ഒരു 4-5 മാസമാണ് ഇതിനെക്കുള്ളായിട്ടാണ്. കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഗോപാലകൃഷ്ണങ്ങൾ എന്ന് പറയും അവരുടെ പ്രൊഡ്യൂസർ വിളിക്കണു. ഇങ്ങനെ അവരുടെ സീരിയലിലൊരു ക്യാരക്ടറുണ്ട്, ഒരു ഹീറോയിൻ്റെ അനിയത്തിയുടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവളുടെ ഈ ഫോൺ മുഴുവൻ എൻ്റെ തന്നു. അപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഡാൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടാണ് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ഒന്ന് ആലോചിക്കാനുള്ള ടൈം തരാം. ഞാൻ പറയില്ല ഞങ്ങളൊന്നും ചെയ്യാൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണീഷങ്ങൾ വിളിക്കണം, നീ എന്തിനാ അങ്ങനെ പറഞ്ഞതൊരു ഒരു ഡാൻസർ എന്നുള്ള ഡാൻസറാകുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ കുറച്ച് പ്രശസ്തി കൂടി ആവശ്യമാണ്. അപ്പം അത് നിൻ്റെ ഈ ഫീൽഡിനെ കുറേ ഗുണം ചെയ്യും, അത് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടും, ഒന്ന് അഭിനയിച്ച് നോക്കുന്നുണ്ട് എന്താ കുഴപ്പം. അങ്ങനെ അങ്കിൾ നിർബന്ധിച്ചിട്ടാണ് ആ സീരിയലിൽ അഭിനയിക്കാൻ പോണത്. അഭിനയവേദിയിലെ തുടക്കം മോശമായില്ല. സീരിയലിലെ തന്റെ കഥാപാത്രത്തെ അതിമനോഹരമായി തന്നെ അഭിനയിച്ചു ഫലിപ്പിച്ചു ചാന്ദിനി. മിനി സ്ക്രീനിലെ പ്രകടനം കണ്ടിട്ടാണ് സിനിമ ഈ കലാകാരിയെ ക്ഷണിക്കുന്നത്, അതും നായികയായി. ആദ്യ സിനിമയിലെ കഥാപാത്രത്തിലൂടെ തന്നെ സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടാനുമായി ഈ അഭിനേത്രിക്ക്. ഫിലിമിൽ ഇതിൽ അമ്മ വേഷം ചെയ്ത ഗീതാൻറ്റി ആണ് പറയുന്നത് ഇങ്ങനെ രാജസേൻ സാർ ഒരു പുതുമുഖത്ത് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞത് അവിടെ വെച്ചിട്ട്. അപ്പം ഈ പറഞ്ഞ ആൾ രാജസേൻ സാറിൻ്റെ ഫാമിലി ഫ്രണ്ട് എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. ആ ആൻറ്റിയോട് പറഞ്ഞിട്ട് അവർ ഒരു ദിവസം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡയറക്ടർക്കൊന്ന് കാണണം. അങ്ങനെ വിജയ മൂവീസാണ് പ്രൊഡ്യൂസർ പറഞ്ഞു. അങ്ങനെ കണ്ട ശേഷം ഒരു സ്ക്രീൻ ടെസ്റ്റ് വേണം പറഞ്ഞു. പിന്നെ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം എന്നുള്ള ഇത് പടം വന്നത്. പിന്നെ അപ്പോൾ ആ സമയത്ത് വന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ പേര് മാറ്റണം എന്നുള്ള ഒരു ഇത് വന്നു. കാരണം എൻ്റെ പേര് സുനിത എന്നാണ്. അപ്പം ആ സമയത്ത് സുനിത ഓൾറെഡി ഫീൽഡിലുള്ളതുകൊണ്ട് പേര് ഇത് പറ്റില്ല എന്നുള്ളൊരിത് വന്നു. അപ്പം നമ്മളോട് വെച്ചാൽ നമുക്ക് വേറെ ഒബ്ജക്ഷൻ ഒന്നുമില്ല, എന്താ വെച്ചാൽ തീരുമാനിക്കാം എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസറും ഡയറക്ടറും അവരുടെ സൈഡിൽ നിന്നാണ് ആദ്യം സത്യഭാമ എന്നിടാം, ഭാമ എന്നിടാം, അങ്ങനെ അവസാനം ചാന്ദിനിയിലെത്തി ആ പേര്.
സിനിമ അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് ചാന്ദിനിക്ക് മുന്നിൽ തുറന്നിട്ടത്. വെള്ളിത്തിരയിൽ മാത്രം കണ്ടു പരിചയമുള്ള താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ അവസരം ഒത്തുവന്നപ്പോൾ സ്വപ്നലോകത്തെത്തിയ അവസ്ഥയിലായിപ്പോയി ഈ കൊച്ചഭിനേത്രി. പരിഭ്രമത്തോടെയാണ് ആദ്യ സിനിമയെയും ആദ്യ കഥാപാത്രത്തെയും ചാന്ദിനി സമീപിക്കുന്നത്. ഇയാളെ അച്ഛന് വലിയ സ്നേഹ, എനിക്കറിയാതെ. ഇനി അങ്ങനെ അല്ലെങ്കിലും മകൾക്ക് സ്നേഹ. ഫസ്റ്റ് പടത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഫീൽഡിൽ എത്തിച്ചേരുമ്പോൾ എല്ലാ അത്ഭുതങ്ങളാണല്ലോ ആ സമയത്ത്. ഒന്നാമത് സ്ക്രീൻ ടെസ്റ്റിന് ചെല്ലുമ്പോൾ തന്നെ ക്യാമറയുടെ ഓൺ ചെയ്തിട്ട് ഓടാൻ പറയുക, ചിരിക്കാൻ ഒന്നും അറിയില്ല. എന്ന് വെച്ചാൽ ഒന്ന് ഭയങ്കര ഒരു ചമ്മലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ ചെന്ന് ഈ പൂജയ്ക്ക് ചെന്നപ്പോഴും എല്ലാവരും കൂടി ഇങ്ങനെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് അവിടെ ലൊക്കേഷനിൽ. പുതിയ കുട്ടിയാണ്, പിന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ട താരങ്ങളെല്ലാം നേരിൽ കാണുന്നു, അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ 2 ദിവസം എനിക്ക് അതൊരു ദിവസം വർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്നോട് രാജസേൻ സാറ് പറഞ്ഞു ലൊക്കേഷനിൽ വരണം, വന്നിട്ട് കാണണം എന്താണ് എന്നുള്ള സെറ്റ് എന്താണെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ ഫസ്റ്റ് കണ്ട സീന് മണിയമ്പള്ളി രാജേട്ടനും സൈനിധൻ ചേട്ടനും കൂടിയിട്ട് കുടിച്ചിങ്ങനെ ഒരു ഫിറ്റായിട്ട് പറഞ്ഞൊരു സീനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോട് എങ്ങനെ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ലല്ലോ, ഇവർ എന്ത് രസമായിട്ട് അഭിനയിക്കണത്. അപ്പോൾ സ്ക്രീനിൻ്റെ ബാക്കിലുണ്ട്, ഞാൻ അപ്പുറത്ത് അമ്മയുടെ അമ്മയെ എനിക്ക് അഭിനയിക്കാനൊന്നും പറ്റും തോന്നുന്നില്ല, ഇവരൊക്കെ അഭിനയിക്കണുണ്ടോ. അതൊക്കെ എനിക്ക് ടെൻഷനാണ് കൂടുതൽ. പക്ഷേ സെറ്റിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു പുതുമുഖം എന്നുള്ളതിനെക്കാട്ടിയും കൂടുതൽ അവരുടെ കൂടെയുള്ള ഒരാൾ എന്നുള്ള പോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ബിജു മേനോൻ ചേട്ടനും കൂടി ഒരു സീൻ എടുക്കുന്ന സമയത്താണ് ഇന്ദ്രൻ ചേട്ടൻ വന്നത്. അപ്പോൾ ആ സീനിൻ്റെ ഗൗരവം മറന്നുപോയി. ഞാൻ ഇന്ദ്രൻ ചേട്ടൻ്റെ സ്ക്രീനിലേ കണ്ടിട്ടുള്ളൂ. ഞാൻ നിന്ന് ചിരിക്കാൻ തുടങ്ങി. എനിക്ക് ഇന്ദ്രൻ ചേട്ടൻ അവിടെ നിന്ന് ഞങ്ങളുടെ സീൻ കാണുകയാണ്. എനിക്ക് പക്ഷേ പുള്ളിയെ കണ്ട് ചിരി അടക്കാൻ പറ്റില്ല. അന്ന് അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു സെറ്റായിരുന്നു അതൊന്നും എനിക്ക്.